ലൂക്കോസ് വിശേഷം 8-ാം അധ്യായം 31 അബീസ് അഥവാ പാതാളം എന്ന പദം നിങ്ങൾക്ക് കാണുവാൻ കഴിയുന്നത്. യേശു കർത്താവ് കൂട്ടമായി ഭൂതത്തെ പുറത്താക്കുമ്പോൾ ആ കൂട്ടമായി ഭൂതങ്ങൾ യേശുവിനോട് പറയുകയാണ്, പാതാളത്തിലേക്ക് പോകുവാൻ കൽപ്പിക്കരുത് എന്ന് അവനോട് അപേക്ഷിച്ചു. യേശുവിനോട് പിശാച് പറയുകയാണ്, ദുരാത്മാക്കൾ പറയുകയാണ്, ഞങ്ങൾ എവിടെ വിടല്ലേ, ഞങ്ങളുടെ ആബീസിലേക്ക് അഥവാ പാതാളത്തിലേക്ക് ഞങ്ങളെ വിടരുത് എന്ന് കൽപ്പിച്ചു. നിങ്ങൾക്കറിയാം, ഗദരദേശത്തുള്ളതായ ആ ചെറുക്കൻ, ഗദരദേശത്തുള്ള ഭൂതഗ്രസ്തൻ, വസ്ത്രം ധരിക്കാതെ സുബോധം നഷ്ടപ്പെട്ടവനായി കല്ലറകളിൽ പാർത്ത് ഒരു സ്റ്റേഷനിൽ ഒരു സ്ഥലത്ത് ഒതുങ്ങിയിരിക്കാതെ ഊടാടി നടന്ന് നിലവിളിച്ച് കല്ലെടുത്ത് തന്നെത്താൻ ചതച്ച് അത് ദേശത്തിൻ്റെ തലവേദനയായി നഗ്നനായി നാണക്കേടുണ്ടാക്കി ഓടി നടന്നവൻ, അവനെ വിടുവിപ്പാൻ യേശു കർത്താവ് ആ ദേശത്ത് കടന്നു വന്നു. യേശു ആ ദേശത്തെ കാല് വച്ചപ്പോൾ 6000 ഭൂതം, അവരിലുള്ള 6000 ഭൂതം ഒരുമിച്ച് നിലവിളിച്ച് കമോൺ ഏറ്റെടുക്കട്ടെ. ഹല്ലേലൂയ. നിങ്ങൾ ചില സ്ഥലങ്ങളിൽ കാല് വെക്കുമ്പോൾ അവിടെയുള്ള ഭൂതങ്ങൾ കൂട്ടമായി അലറി മാറട്ടെ. എൻ്റെ ശുശ്രൂഷ എന്താണ്? വിടുതലിൻ്റെ ശുശ്രൂഷയാണ്. അവിടെ പോരാട്ടമുണ്ട്, അവിടെ മറ്റേ കറങ്ങി നിൽക്കുന്ന കണ്ടു, ഇവിടെ വാല് ചുരുട്ടി ഇരിക്കുന്ന കണ്ടു, മറ്റത് അല്പം തല തിരിച്ച് കണ്ടേച്ച് വരാനല്ല കർത്താവ് വിട്ടിരിക്കുന്നത്. പ്ലാനറ്റോറിയം കാണുന്നത് പോലെ, മ്യൂസിയം കാണുന്നത് പോലെ പോരാട്ടം കണ്ടിട്ട് വരാനല്ല കർത്താവ് തന്നെ വിട്ടിരിക്കുന്നത്. ഇനി ഒരു പിശാച് വെളിപ്പെട്ടെന്നിരിക്കട്ടെ, ഒരു ദുരാത്മാവ് വെളിപ്പെട്ടു, എപ്പോൾ വരും എപ്പോൾ പോവും എന്ന് ഇൻ്റർവ്യൂ ചെയ്യാനല്ല ദൈവം തന്നെ വിളിച്ചിരിക്കുന്നത്. അവനെ ശാസിച്ച് പുറത്താക്കാനാണ് ദൈവം വിളിച്ചിരിക്കുന്നത്. ലൂക്കോസ് 10:19 പറയുന്നു, പാമ്പുകളെയും തേളുകളെയും ശത്രുവിൻ്റെ സകല ബലത്തെ ചവിട്ടുവാൻ ദൈവം നമുക്ക് അധികാരം തന്നിരിക്കുന്നു. എല്ലാവർക്കും കർത്താവ് അധികാരം തന്നിരിക്കുന്നു. മർക്കോസ് 16:17 പറയുന്നു, വിശ്വസിക്കുന്നവർ വലിയ അടയാളങ്ങൾ നടക്കും, അവർ യേശുവിൻ്റെ നാമത്തിൽ ഭൂതങ്ങളെ പുറത്താക്കും. നിങ്ങളുടെ കാര്യമാണ് പറയുന്നത്, എൻ്റെ കാര്യമല്ല, നിങ്ങളുടെ കാര്യമാണ് പറയുന്നത്. വിശ്വസിക്കുന്നവർ വലിയ അടയാളങ്ങൾ നടക്കും യേശുവിൻ്റെ നാമത്തിൽ. ഈ മാർച്ച്, ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ എല്ലാ മാസങ്ങളിലും ആഴ്ചകളിലും ദിവസങ്ങളിലും നിങ്ങൾ ഭൂതങ്ങളെ പുറത്താക്കും.